നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു സൈഡ് കൈകാലുകൾ തളരുക, സംസാരിക്കാൻ പറ്റാതെ ആവുക, മുഖം കോടിപ്പോവുക എന്നുള്ളതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഡോക്ടർ ഷാഹിദ് ഷമീം, ന്യൂറോ സർജൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രോക്ക് എന്ന അസുഖത്തിനെ കുറിച്ചാണ്. ഓരോ 40 സെക്കൻഡിലും ഇന്ത്യയിൽ ഓരോരുത്തർക്ക് സ്ട്രോക്ക് പിടിപെടുന്നുണ്ട് എന്നാണ് കണക്ക്. അതേപോലെ ഓരോ 4 മിനിറ്റിലും ഓരോരുത്തർ സ്ട്രോക്ക് കാരണം മരണപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. സ്ട്രോക്ക് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, എത്ര നേരത്തെ ചെയ്യണം, എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ കൂട്ടുകാരൻ അസ്കർ ഫോണിൽ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ, ഈ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് ഉണ്ടാവുന്ന തരിപ്പ് സ്ട്രോക്ക് ആണോ എന്ന് ചോദിച്ചിട്ട്. ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ ബ്രെയിൻ അറ്റാക്ക് ആണ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെ ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് സ്ട്രോക്ക്. ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം നിലച്ച് അവിടുത്തെ ന്യൂറോണുകൾ അഥവാ അവിടുത്തെ കോശങ്ങൾ മരണപ്പെടുന്ന അല്ലെങ്കിൽ നശിക്കുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് 2 തരം സ്ട്രോക്കുകളാണുള്ളത്. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും, മറ്റേത് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്തെ രക്തക്കട്ട വന്ന്, രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കട്ട വന്ന് ബ്ലോക്കായിട്ട് അത് കാരണം ഒരു ഭാഗത്തോട്ടുള്ള തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം നിലക്കുന്നതാണ് ഒരു തരം സ്ട്രോക്ക്. രണ്ടാമത്തത് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. ഈ രക്തക്കുഴലിൽ ഒരു ബ്ലീഡിങ് ഉണ്ടായിട്ട് അവിടെ ഒരു ബ്ലീഡിങ് ഉണ്ടായി, അത് കാരണം അവിടുന്ന് അങ്ങോട്ടുള്ള സർക്കുലേഷൻ നഷ്ടപ്പെട്ട് തലച്ചോറിൻ്റെ ഭാഗങ്ങൾ നശിക്കുന്ന അസുഖത്തിനാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന ഇസ്കീമിക് സ്ട്രോക്ക് അഥവാ രക്തം കട്ട പിടിച്ചിട്ടുണ്ടാകുന്ന സ്ട്രോക്കാണ് മോർ കോമൺ. ഇതിൽ പ്രത്യേകിച്ച് ഈ ഇസ്കീമിക് സ്ട്രോക്കിൽ സമയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് ഏത് തരമാണെന്നുള്ളത് അറിയണമെങ്കിൽ ഇമേജിങ് എടുത്ത് സ്കാനിങ് എടുത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു പേഷ്യൻറ്റിനും സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉടനടി നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ഒരു ഫാസ്റ്റ് എന്ന പേരുള്ള ഒരു അക്രോണിം തന്നെ ഇതിനുണ്ട്, FAST. F ഫോർ ഫേസ് ഡ്രൂപ്പിംഗ്, ഒരു സൈഡ് മുഖം താന്നിരിക്കുക അല്ലെങ്കിൽ ഡ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രം ചിരി പോവുക എന്ന് പറഞ്ഞാൽ ഫേസ് ഡ്രൂപ്പിംഗ് ആണ്. അതേമാതിരി രണ്ടാമത്തെ കാര്യം ആം വീക്ക്നെസ്, ഒരു സൈഡിലെ കൈ നമ്മൾ 2 കൈയും പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈ താഴ്ന്നിരിക്കും, മറ്റേ കൈ മാത്രം പൊന്തും. അപ്പോൾ രണ്ടാമത്തത് ആം ഡ്രൂപ്പിംഗ്. മൂന്നാമത്തത് സ്പീച്ച് അബ്നോമാലിറ്റീസ്, സംസാരിക്കുന്നതിൽ സംസാരം ശരിയാവുന്നില്ല, ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവാം. അതാണ് മൂന്നാമത്തേതായിട്ട് പറയുന്നത്. T ഈസ് ടൈം ടു കോൾ എമർജൻസി സർവീസസ്. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്ക് സെൻറ്ററിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് 4ാമത്തെ സംഗതി. ഇതിൽ ഈ നമ്മൾ ആ സമയം, ഞാൻ വീണ്ടും പറയണോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അധികം നമ്മൾ ഇത് എന്തുകൊണ്ടാണ്, ഇത് സാധാരണ ഒരു ക്ഷീണമാണോ, ഇത് സമയം കൊണ്ട് സെറ്റിൽ ആവുമോ എന്ന് നോക്കി അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നിൽക്കുന്ന സമയം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഔട്ട്കമ്മിനും അതേപോലെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിക്കും എല്ലാം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഏത് തരം ആളുകൾക്ക് ഇത് വരാം? റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് 2 ഗണത്തിൽ എടുക്കാം. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ, നോൺ മോഡിഫയബിൾ അഥവാ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ഈ മോഡിഫയബിൾ. നോൺ മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നമ്മുടെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളല്ല. ഇതിനകത്ത് മോഡിഫയബിൾ എന്ന് പറയുമ്പം പ്രൈമറിലി പറയേണ്ടത് ഹൈപ്പർ ടെൻഷൻ, അമിത രക്തസമ്മർദ്ദം തന്നെയാണ്. രണ്ടാമത്തത് ഡയബറ്റിസ്, പ്രമേഹം, ഒബീസിറ്റി, അമിതവണ്ണം, അതേമാതിരി സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. അറിയാലോ, നമ്മുടെ ജോലിയും എല്ലാം നമ്മളെ ഇരുത്തി അധികം ജോലി നടന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്കാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് സ്മോക്കിംഗ് ഒരു വലിയ റിസ്ക് ഫാക്ടറാണ്. ഹാർട്ട് അറ്റാക്കിന് എന്തോരം റിസ്ക് ഫാക്ടറാണ്, അതുപോലെ തന്നെ അത് ഈ പറയുന്ന സ്ട്രോക്കിനും അത് വളരെ വലിയ റിസ്ക് ഫാക്ടറാണ്. പിന്നെ നോൺ മോഡിഫയബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഫാമിലി ഹിസ്റ്ററി, കുടുംബത്തിൽ അങ്ങനെ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛന് ഉണ്ടായിട്ടുണ്ട്, അപ്പം നമുക്ക് സ്ട്രോക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ചിലതരം റേസുകൾക്ക്
ഓരോ എത്നിക് റേസുകൾക്ക് അവരുടേതായിട്ടുള്ള റിസ്കുകൾ കൂടുതലുള്ള കാറ്റഗറീസ് ഉണ്ട്. പിന്നെ തീർച്ചയായും പ്രായത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രായം കൂടുന്നതനുസരിച്ചിട്ട് സ്ട്രോക്കിന്റെ റിസ്കുകൾ കൂടുന്നതാണ്. അപ്പം മുൻപൊക്കെ ഒരു 60കളിലൊക്കെയാണ് ഇത് വന്നുകൊണ്ടിരുന്നത് വെച്ചാൽ ഇപ്പോൾ അത് 40കളിൽ കാണുന്നതാണ്. അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബീസിറ്റി നമുക്ക് മാറ്റാം, സ്മോക്കിംഗ്, ആൽക്കഹോൾ നമുക്ക് ഒഴിവാക്കാം, അതേമാതിരി ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം, അതേമാതിരി ഭയങ്കര സെഡൻഡറി എന്നുള്ളത് ഒരു ലൈഫാണെങ്കിൽ അത് മാറ്റി കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരു ലൈഫിലോട്ട് പോവാം എന്നുള്ളതൊക്കെയാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളത്. പിന്നെ ചെയ്യാനുള്ളത് BP റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ ചികിത്സകൾ എന്താണ്? നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റിന് എങ്ങനെ സംഭവിച്ച ആശുപത്രി ഒരു സ്ട്രോക്ക് യൂണിറ്റിലോട്ട് നമ്മൾ എത്തിക്കണം. സ്ട്രോക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എമർജൻസി മെഡിസിൻ എപ്പോഴും സജ്ജമായിരിക്കണം 24 മണിക്കൂർ. അവർക്ക് രോഗിയുടെ സിംറ്റംസ് വെച്ച് അവർക്കത് മനസ്സിലാവുന്നുണ്ടാവും എമർജൻസി ഫിസിഷ്യൻ ആവുമ്പോൾ. അത് വെച്ചിട്ട് സ്കാൻ ചെയ്യണം. സ്കാനിങ് എന്ന് പറയുമ്പോൾ അറിയാലോ, CT, MRI. ഐഡിയലി MRI ആണ് വേണ്ടത്. മിനിമം ഒന്നുമില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഒരു CT എങ്കിലും എടുത്തു നോക്കാനുള്ള വകുപ്പ് വേണം. കാര്യം ഇത് ഏത് തരം സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കണമെങ്കിലും ഈ സ്കാനിങ് വേണ്ടതാണ്. എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇനി എന്ത് ചികിത്സ വേണ്ടു എന്നുള്ള അറിയാനൊക്കെ ഈ പറയുന്ന സ്കാനിങ്ങിലെ ഫൈൻഡിങ്ങും അതുപോലെ സമയം എപ്പോൾ മുതലാണ് ഓൺസെറ്റ് മുതൽ എത്ര സമയമായി എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്കീമിക് സ്ട്രോക്ക് എന്നുള്ള രക്തം കട്ട പിടിച്ചിട്ട് രക്തയോട്ടം കുറയുന്ന സ്ട്രോക്കാണ് ഏറ്റവും കോമൺ എന്ന് പറഞ്ഞു. അതിൻ്റെ ചികിത്സകൾ മെയിൻലി ഒരു ഇനീഷ്യൽ ഒരു 4.5 മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ രക്തക്കട്ട അലിയിക്കാനുള്ള മരുന്ന് നമുക്ക് IV ആയിട്ട് ഇഞ്ചക്ഷൻ ആയി കൊടുത്തിട്ട് അലിയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞാൽ പിന്നെ ത്രോംബെക്ടമി എന്ന് പറയും, മെക്കാനിക്കൽ ത്രോംബെക്ടമി. എൻഡോവാസ്കുലാർ പോയി അത് രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെ പോയി ആ ത്രോംബസിനെ എടുക്കാനുള്ള സംഗതികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതും ഒരു 24 മണിക്കൂർ വരെ അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സമയം നമ്മൾ എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ മെഡിക്കൽ ഹെൽപ്പുള്ള സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 24 മണിക്കൂറിനുള്ള ത്രോംബെക്ടമി ചെയ്യാം എന്നുള്ളതിനും ചില കേസ് അടിസ്ഥാനത്തിലാണ് അതെല്ലാം നിശ്ചയിക്കപ്പെടുന്നത്. അതെന്തായാലും നിങ്ങളെ സ്ട്രോക്ക് യൂണിറ്റിലെ ന്യൂറോളജിസ്റ്റും അല്ലെങ്കിൽ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റും എല്ലാം നിങ്ങളെ ആ വിഷയത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ചില സിറ്റുവേഷനുകളിൽ നമ്മളത് ചെയ്തു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് നീർക്കെട്ട് വരാൻ സാധ്യതയുണ്ട്. നീർക്കെട്ട് അല്ലെങ്കിൽ അതേപോലെ നമ്മളിപ്പം അലിയിച്ച് അല്ലെങ്കിൽ രക്തക്കട്ട നീക്കം ചെയ്തതിന് ശേഷം അവിടത്തേക്കുള്ള രക്തയോട്ടം കൂടുതലായി വന്ന് അവിടെ ഒരു ബ്ലീഡിങ് പോലെയോ അല്ലെങ്കിൽ ഭയങ്കരമായ നീർക്കെട്ട് വരാനൊക്കെയുള്ള സാധ്യത ഉള്ളപ്പോൾ മാത്രം നമ്മൾ തലയോട്ടി എടുത്തു മാറ്റുന്ന ഡീകംപ്രസീവ് ക്രീനിയക്ടമി എന്നുള്ള സർജറി ന്യൂറോ സർജൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഇസ്കീമിക് സ്ട്രോക്കിന്റെ ഒരു മാനേജ്മെന്റ് റുട്ടീൻ പോകുന്നത്. ഈ അടുത്ത ഒരു സംഗതിയാണ് ഈ പറഞ്ഞ ഹെമറാജിക് സ്ട്രോക്ക്, നേരത്തെ പറഞ്ഞ ബ്ലീഡിങ് കൊണ്ടുണ്ടാവുന്ന. അതിൽ ഇതുപോലെ രക്തം അലിയിച്ച് കളയാനുള്ള കാര്യങ്ങൾ അധികം ഇല്ല. അതല്ല അതിൻ്റെ ചികിത്സ. നോക്കുക ഇത് എന്തോരം വലിപ്പമുണ്ട് എന്നുള്ളത് നോക്കുക. ഒരുപാട് വലിയതാണെങ്കിൽ പലപ്പോഴും തലയോട്ടി എടുത്ത് മാറ്റുന്ന ഡീകംപ്രസീവ് ക്രീനിയക്ടമി എന്നുള്ള സർജറിയിലോട്ട് പോകേണ്ടി വരാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം മരുന്നുകൾ കൊടുത്ത് നീർക്കെട്ട് കുറയാനുള്ളയും തലച്ചോറിൻ്റെ മർദ്ദം കുറയാനുള്ളയൊക്കെ മരുന്നുകൾ കൊടുത്ത് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ചികിത്സ. ബ്ലീഡിങ് വന്ന സ്ട്രോക്കുകളിൽ ഇനീഷ്യൽ ഒരു കുറച്ച് മണിക്കൂറുകൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 24 to 72 hours വരെ ഈ ബ്ലീഡിങ് വലുതാവാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് BP കൺട്രോളാക്കി നിലനിർത്തുക, ഒരു ICU കെയറിൽ രോഗിയെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സ്ട്രോക്ക് വന്ന് ആളുടെ ഒരു സൈഡ് തളർച്ചയുണ്ട്. ആ തളർച്ചയൊക്കെ ആയിട്ട് ആള് കിടപ്പ് ആണ്. ഇനി എന്ത് എന്നുള്ളതാണ്. അപ്പോൾ റിഹാബിലിറ്റേഷൻ ഫേസ് ആണ് പിന്നെ അടുത്തത് വരാനുള്ളത്. ഫിസിയോതെറാപ്പി കാര്യങ്ങൾ ചെയ്ത് ആളുടെ കൈകാലുകളുടെ അനക്കം കാര്യങ്ങളൊക്കെ പൂർണ്ണ രീതിയിൽ അടുത്തേക്കെങ്കിലും എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഫിസിയാട്രിസ്റ്റിന്റെ ഒരു PMR, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ ഡോക്ടറുടെ സേവനം ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പതിയെ അത് മാറ്റം കൊണ്ടുവരാൻ. അതുപോലെ സ്പീച്ച് തെറാപ്പി അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്വന്തം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ലെവലിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രൈമറി ഉദ്ദേശം ആ സമയത്ത് ഉണ്ടാവുക. എനിവേ, ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ സ്ട്രോക്കിനെ കുറിച്ച് കിട്ടിയെന്ന് ധരിക്കുന്നു. അന്നേരം ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഉപകാരപ്പെട്ട ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.